ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ? നമ്മുടെ മക്കൾ വലുതായാലും നമ്മളെ സ്നേഹത്തോടെ ഓർക്കണം. ബഹുമാനിക്കണമെന്നൊന്നും ഇപ്പോഴത്തെ മാതാപിതാക്കൾ അത്രയ്ക്കൊന്നും ആഗ്രഹിക്കാൻ സാധ്യതയില്ല. പക്ഷേ ആ ഒരു സ്നേഹത്തിൽ ആ ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. അതുപോലെ നല്ലൊരു ഇമ്പ്രഷനിൽ അവരുടെ ജീവിതകാലത്തിന് മൊത്തം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കും, ശരിയല്ലേ? എങ്കിലും ഈ തിരക്ക് പിടിച്ചിട്ടുള്ള ഈ ഒരു ജീവിതത്തിൽ പലപ്പോഴും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ദൂരം കൂടിക്കൂടി വരികയാണ്. മക്കൾ വളർന്ന് വലിയ നിലയിലെത്തിയാലും അവർ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും സ്നേഹത്തോടെ മാത്രം ഓർത്തിരിക്കാനും നിങ്ങൾ ചെയ്യേണ്ട 6 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ മാതാപിതാക്കളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിവ. ഒരുപാടൊന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് വൺ, നിബന്ധനകളില്ലാത്ത സ്നേഹവും സുരക്ഷിതത്വവും നൽകുക എന്നതാണ്. മക്കൾക്ക് നമ്മൾ നൽകേണ്ടത് യാതൊരുവിധ നിബന്ധനകളും ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള ഒരു സ്നേഹമായിരിക്കണം. പലപ്പോഴും നമ്മൾ അറിയാതെ പറയാറുണ്ട്, നീ പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിയാൽ അച്ഛൻ നിനക്ക് അത് വാങ്ങിത്തരാം, അല്ലെങ്കിൽ നീ നല്ലൊരു അനുസരണയുള്ള കുട്ടിയായാലും മാത്രമേ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടൂ എന്നൊക്കെ. ഇത്തരം വാക്കുകൾ കുട്ടികളിൽ ഒരു ചിന്തയുണ്ടാക്കും. അതായത്, ഞാൻ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ എന്നെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടൂ എന്ന്. ഇതിന് പകരം മാർക്ക് കുറയുമ്പോഴോ അങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങളിലും അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോഴോ എല്ലാം നമ്മുടെ ആ ഒരു സ്നേഹം കുറഞ്ഞു പോകരുത്. നിങ്ങളുടെ കുട്ടി ഒരു പരീക്ഷയ്ക്ക് തോറ്റുവരികയോ അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം തല്ലിപ്പൊട്ടിക്കുകയോ ചെയ്യുമ്പോൾ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ച് ആട്ടി അകറ്റുന്നതിന് പകരം, സാരമില്ലടാ, നിനക്ക് വിഷമായെന്ന് എനിക്കറിയാം, പക്ഷെ അടുത്ത തവണ നമുക്കത് തിരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ അടുത്ത തവണ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് വന്നാലും അച്ഛനും അമ്മയും നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ചേർത്ത് പിടിക്കലിൽ അവർക്കത് മനസ്സിലാകും. എന്ത് വലിയ തെറ്റ് പറ്റിയാലും ഓടിച്ചെല്ലാൻ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് എന്ന ആ ഒരു വലിയ സുരക്ഷിതത്വ ബോധം അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ സുരക്ഷിതത്വമാണ് അവരെ ഭാവിയിൽ മികച്ച വ്യക്തിത്വത്തിന് ഉടമകളാക്കി മാറ്റുന്നതും. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. നിങ്ങളുടെ വിലപ്പെട്ട സമയം അവർക്കായിട്ട് മാറ്റിവെക്കുക എന്നതാണ്. കുട്ടിക്കാലത്ത് നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുത്തിരുന്ന വില കൂടിയ കളിപ്പാട്ടങ്ങളോ വസ്ത്രങ്ങളോ ഒന്നുമായിരിക്കില്ല അവർ വലുതാകുമ്പോൾ ഓർക്കുക. പകരം അവരോടൊപ്പം ഇരുന്ന് കളിച്ചതും കഥകൾ പറഞ്ഞതും ഒന്നിച്ച് ചിരിച്ചതുമായ നിമിഷങ്ങളായിരിക്കും. ഓഫീസിൽ നിന്ന് വരുന്നത് ക്ഷീണിച്ചായിരിക്കാം. അങ്ങനെ ക്ഷീണിച്ചു വരുന്നൊരു ദിവസം ആ അച്ഛൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്കോ കുട്ടി ഓടി വന്നിട്ടൊരു കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും അതിന് വയ്യാത്തൊരവസ്ഥയായിരിക്കും. ഇപ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നീ പോയിട്ട് TV കാണുക, അല്ലെങ്കിൽ നീ എന്തെങ്കിലും എടുത്തു വെച്ച് കളിക്കുക എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞ് വിടുന്നതിന് പകരം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്, അതിന് പകരം ആ അച്ഛനോ അല്ലെങ്കിൽ ആ അമ്മയോ ചെറിയൊരു ക്ഷീണമുണ്ട് എങ്കിലും നമുക്കൊരു 10 മിനിറ്റ് ഒന്നിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോണും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവർ അവരുടേതായ ഒരു കൊച്ചു ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുക. ദിവസവും രാത്രി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ ഉറങ്ങാൻ കിടക്കുമ്പോഴോ എല്ലാം കുട്ടികളോട് സംസാരിക്കാൻ മാത്രമായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. കുട്ടിക്കാലത്ത് ലഭിക്കുന്ന ഇത്തരം ക്വാളിറ്റി ടൈം അവരൊരിക്കലും മറക്കില്ല. അവരുടെ നല്ല മെമ്മറീസിൽ അതെന്നും ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം നോക്കാം. നല്ലൊരു ശ്രോതാവായിരിക്കുക എന്നതാണ്. മക്കൾക്ക് എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തായിരിക്കണം മാതാപിതാക്കൾ. അവർ പറയുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഗൗരവത്തോടെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇന്നെൻ്റെ ബെഞ്ച് എൻ്റെ പെൻസിൽ എടുത്തു എന്ന് പറയുമ്പോൾ അതിനെയൊക്കെയാണോ നീ ഒരു പരാതിയായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ നീ പോയിരുന്ന് പഠിക്ക് എന്ന് പറഞ്ഞ് അത് തള്ളിക്കളയരുത്. മുതിർന്നവർക്ക് അത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമാണ്. അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക, എന്നിട്ട് അയ്യോ അങ്ങനെ ഉണ്ടായോ, എന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുക. തെറ്റുകൾ ചെയ്യുമ്പോൾ വഴക്ക് പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചറിയുക. നമ്മളോട് സംസാരിച്ചാൽ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസം മക്കൾ വളർത്തിയെടുത്താൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവരാദ്യം നിങ്ങളെ തേടിയെത്തും. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. അഭിമാന നിമിഷങ്ങൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മക്കൾ ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങൾ പോലും അഭിനന്ദിക്കാനായിട്ട് മടിക്കരുത്. അവർക്ക് കിട്ടുന്ന ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ എത്രമാത്രം അഭിമാനിക്കുന്നു എന്ന് അവരെ അറിയിക്കുക. നിങ്ങളുടെ കുട്ടി സ്കൂളിലെ ഒരു മത്സരത്തിൽ പങ്കെടുത്തു. അതിലവർക്കൊരു 3ാം സ്ഥാനമാണ് കിട്ടിയതെന്ന് കരുതുക. നിനക്ക് 1ാം സ്ഥാനം വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുന്നതിന് പകരം വീട്ടിൽ വരുന്ന ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ മുന്നിൽ വെച്ച്, ഇന്ന് ഇവന് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടി, എനിക്കതിൽ ഒരുപാട് സന്തോഷം തോന്നി എന്ന് അഭിമാനത്തോടെ പറയുക. അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് മോൻ നന്നായിട്ട് ശ്രമിച്ചു,
എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനമുണ്ട് എന്ന് പറയുക. നമ്മളെക്കുറിച്ച് മാതാപിതാക്കൾ അഭിമാനത്തോടെ സംസാരിച്ച ആ ഒരു നിമിഷങ്ങൾ മക്കൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കും. ഇനി 5-ാമത്തെ പോയിന്റ് നോക്കാം. മാതാപിതാക്കൾ തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം. ഒരു കുട്ടി വീട്ടിൽ നിന്നും പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം അച്ഛനും അമ്മയും തമ്മിലുള്ള പെരുമാറ്റമാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുട്ടിയുടെ മുന്നിൽ വെച്ച് അച്ഛനും അമ്മയും പരസ്പരം ചീത്ത വിളിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ബഹളം വയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി വളരുന്നത് വലിയൊരു മാനസിക സമ്മർദ്ദത്തിലാണ്. നേരെ മറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും കുട്ടികളുടെ മുന്നിൽ വെച്ച് അത് മാന്യമായി സംസാരിച്ച് പരിഹരിക്കുക. അച്ഛൻ അമ്മയെ ബഹുമാനിക്കുന്നതും അമ്മ അച്ഛനെ സ്നേഹിക്കുന്നതും കാണുമ്പോൾ കുട്ടികളിലുണ്ടാകുന്ന സമാധാനവും സന്തോഷവും വളരെ വലുതാണ്. വീട്ടിലെ സന്തോഷകരമായ ആ ഒരു അന്തരീക്ഷം അവരുടെ മനസ്സിലെ പോസിറ്റീവ് ഓർമ്മകൾ മാത്രമേ നൽകുകയുള്ളൂ. പരസ്പരം ബഹുമാനത്തോടെയുള്ള കുടുംബ അന്തരീക്ഷം മക്കൾ എപ്പോഴും ഓർത്തു വയ്ക്കും. അതവരെ നല്ലൊരു വ്യക്തികളായിട്ട് വാർത്തെടുക്കാനും സഹായിക്കും. ഇനി 6-ാമത്തെ കാര്യം, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി. അതാണ് 6-ാമത്തെ പോയിന്റ്. ജീവിതത്തിലെ പ്രതിസന്ധികളോ ദേഷ്യം വരുന്ന സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറുമ്പോഴോ മാതാപിതാക്കൾ വീട്ടിലിരുന്ന് കരയുകയോ മറ്റുള്ളവരെ ശപിക്കുകയോ അല്ലെങ്കിൽ വഴക്കിടുകയോ ഒക്കെ ചെയ്യുന്നത് കണ്ടാണ് കുട്ടികൾ വളരുന്നതെങ്കിൽ അവരും പ്രതിസന്ധികളിൽ തളർന്നു പോകും. അതിനു പകരം ഇതൊരു ചെറിയ പ്രശ്നമാണ്, നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രശ്നത്തെ അങ്ങ് നേരിടാം, എല്ലാം ശരിയാകും എന്ന് സമാധാനത്തോടെയും അതുപോലെ തന്നെ പക്വതയോടെയും പ്രശ്നങ്ങളെ നേരിടുന്ന മാതാപിതാക്കൾ മക്കൾക്ക് എന്നും എക്കാലത്തും വലിയ ഹീറോകളായിരിക്കും. ആ ഒരു മാതൃകയായിരിക്കും അവരും സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതും. വലിയ സമ്പാദ്യങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നല്ല ഓർമ്മകളും മികച്ച മൂല്യങ്ങളുമാണ് മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ സ്നേഹനിധികളായ മാതാപിതാക്കളായി നിങ്ങൾ എന്നും ജീവിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാതാപിതാക്കളായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്